നമസ്കാരം. ചാനൽ 91 സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചിലർക്ക് തുല്യം, ചിലർ മാത്രം. അവർക്ക് പകരക്കാർ ഉണ്ടാവില്ല. മലയാള സിനിമാ ലോകത്ത് അത്തരത്തിൽ പകരക്കാരനില്ലാത്ത പല കലാകാരന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. 2024 വിടവാങ്ങിയപ്പോൾ അതിനോടൊപ്പം ഓർമ്മയായത് ഒരു പിടി മഹാരഥന്മാരുടെ കാലഘട്ടം കൂടിയാണ്. എന്നാൽ അവരിൽ പലരും ഇനിയും നമുക്കിടയിൽ ജീവിക്കും. അത് അവർ അഭ്രപാളികളിൽ തീർത്തുവെച്ച പകർച്ചകളിലൂടെയോ കടലാസിൽ പകർത്തിവെച്ച തീക്ഷ്ണമായ വരികളിലൂടെയോ ഒക്കെയാണ്. എന്നാൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടും നമുക്കൊപ്പം അല്ലാതെ ജീവിക്കുന്ന ഒരു കലാകാരനുണ്ട്. അതെ, പറഞ്ഞു വരുന്നത് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടനെ കുറിച്ചാണ്. 1500ഓളം മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ഹാസ്യ സമ്രാട്ട് ജഗതി ശ്രീകുമാർ ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം വെള്ളിത്തിരയിൽ നിന്നും വിടവാങ്ങിയിട്ട് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്നു. സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം 2012 മാർച്ച് 10 ഒരു ദുർദിനമായിരുന്നു. അന്നാണ് വിധിയുടെ വിളയാട്ടം ഒരു കാർ അപകടമായി ജഗതി ശ്രീകുമാർ എന്ന അതുല്യ കലാകാരനെ തേടിയെത്തിയത്. അപകടത്തെ തുടർന്ന് ഏറെ നാൾ ആശുപത്രിയിലും ശേഷം വീൽ ചെയറിലുമായ അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നു. ജഗതി ഇല്ലാത്ത 12 കൊല്ലം മലയാള സിനിമയുടെ നഷ്ടം വാക്കുകളിൽ ഒതുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ഇക്കാലയളവിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്നു എങ്കിൽ ജീവസുറ്റ എത്രയോ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കുമായിരുന്നു. ഹാസ്യ സാമ്രാട്ട് എന്നാണ് ജഗതിയെ വിശേഷിപ്പിച്ചിരുന്നത് എങ്കിലും ഹാസ്യത്തിന്റെ തട്ടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കലാകാരനായിരുന്നില്ല ജഗതി ശ്രീകുമാർ. നായകനായും പ്രതിനായകനായും സ്വഭാവ നടനായും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ജഗതി ശ്രീകുമാറിന്റെ അഭിനയ സബരിയ കേവലം വാക്കുകളിൽ ഒതുങ്ങില്ല. വ്യക്തിപരമായ ദൗർബല്യങ്ങളും നിലപാടുകളും വെട്ടിത്തുറന്ന് പറയുന്നതിന് ഒരു മടിയും ജഗതി ശ്രീകുമാറിന് ഉണ്ടായിരുന്നില്ല. ആർക്കെന്തു മുഷിവ് തോന്നിയാലും തൻ്റെ നിലപാടുകൾ ജഗതി വളച്ചുകെട്ടാതെ കൃത്യമായി പറയുമായിരുന്നു. ജീവിതത്തെ ഫിലോസോഫിക്കലായി സമീപിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ജഗതി ശ്രീകുമാർ. ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടല്ല അദ്ദേഹം ഷൂട്ടിങ്ങിന് പോകുന്നത്. ഇന്ന ദിവസം തിരക്കാണ്, അത് കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ പടത്തിൽ ജോയിൻ ചെയ്യാം എന്ന് മാത്രമേ ജഗതി പറയൂ. ജഗതി മാത്രമേ അങ്ങനെ പറയൂ. അതുകൊണ്ട് തന്നെ ആരോടും വാക്കുമാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഒരു മനുഷ്യജീവി എന്ന നിലയിൽ തന്റെ ദൗർബല്യങ്ങൾ ഒളിച്ചു വെക്കാനോ മാന്യതയുടെ മുഖംമൂടി അണിയാനോ ജഗതി ശ്രീകുമാർ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അതേസമയം മാനവികത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം ഇതര താരങ്ങൾക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കടകളുടെയും മറ്റും ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ എത്തുന്നവരോട് ജഗതി ശ്രീകുമാർ പറയുന്നത് ഇത്രമാത്രം: ഇന്നേ ദിവസം ഞാൻ ഫ്രീ ആണ്, അന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശ്രീചിത്ര പോർ ഹോം തിരുവനന്തപുരത്ത് 10,000 രൂപ അടച്ചിട്ട് രസീത് കൊണ്ട് കാണിക്കും. ഇന്നത്തെ കാലത്ത് ഉദ്ഘാടന ഡേറ്റ് നൽകാൻ കടയുടമകളെ മാസങ്ങളോളം നടത്തിക്കുകയും മിനിറ്റിന് ലക്ഷങ്ങളും കോടികളും ചാർജ് ചെയ്യുകയും ചെയ്യുന്ന പുതുതലമുറയ്ക്ക് ഇത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ജഗതി ശ്രീകുമാറിന് പകരക്കാരനില്ല ഒരു തരത്തിലും. ആ ജഗതി ശ്രീകുമാറിന്റെ മടങ്ങിവരവിനായി ഇനിയും കാത്തിരിക്കാം.